നമസ്കാരം, എല്ലാ കുട്ടികൾക്കും സുഭാഷ് സാറാണ്. ആദ്യം തന്നെ +2 സേ ഇംപ്രൂവ്മെൻറ്റ് എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് വിജയാശംസകൾ നേരുകയാണ്. എൻ്റെ പ്രാർത്ഥന സ്പെഷ്യലായിട്ടുണ്ട്. എല്ലാവരും, ഈ കാണുന്ന എല്ലാ കുട്ടികളും ഉറപ്പായിട്ട് വിജയിക്കണം. കണ്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവരും തോക്കാൻ പാടില്ല, അവരും വിജയിക്കണം. എല്ലാവരും നിങ്ങൾ മാക്സിമം ഈ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്തേക്കണം. കാരണം എക്സാമിന് ഉറപ്പുള്ള ചോദ്യം. ഓക്കെ, ചിലപ്പോൾ ഇത് തന്നെ വന്നെങ്കിൽ ഭയങ്കര ഭാഗ്യമാണല്ലോ. അങ്ങനെ ഒരു തവണ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ചുമ്മാ പറഞ്ഞല്ല, ഒരു 2 വർഷത്തിന് മുമ്പ് പബ്ലിക് എക്സാമിന് നമ്മൾ ഇതേപോലെ മോർണിംഗ് കൊടുത്ത ക്ലാസ്, അത് ആ ക്വസ്റ്റ്യൻ, ഈ ലീനിയർ പ്രോഗ്രാമിംഗ് അത് തന്നെ വന്നിരുന്നു. നമുക്കൊരു സന്തോഷം ഉണ്ടായിരുന്നു, കുട്ടികൾക്ക് അതിലേറെ സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, സമയം കളയണ്ട, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനി ഞാൻ ഒരാൾ ഗ്രേറ്റർ ദാനും ഒരാൾ ലെസ് ദാനുമാണ് എടുത്തിരുന്നത് കേട്ടോ. അപ്പോൾ ഒരു വെറൈറ്റി ആയിക്കോട്ടെ, എപ്പോഴും അല്ലെങ്കിൽ ലെസ് ദാൻ, അല്ലെങ്കിൽ എപ്പോഴും ഗ്രേറ്റർ ദാൻ, അങ്ങനെ വേണ്ട. ലെസ് ദാനും ഗ്രേറ്റർ ദാനും മാക്സിമം ഇരുന്ന് പഠിച്ചോണം. നമ്മുടെ ലാസ്റ്റ് ചാൻസ് ആണ്. ഓക്കെ, മാക്സിമം എല്ലാവരും ജയിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ Z ഡിഗ്രി 200x + 500y മാക്സിമം അതൊക്കെ കിടക്കട്ടെ. നമുക്ക് വേണ്ടത് ഈ 2 അണ്ണന്മാരാണ്. ഈ 2 അണ്ണന്മാരെ വെച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. ഫസ്റ്റ് ആളെ ഇങ്ങോട്ട് വിളിക്കാം, വാടാ ഇങ്ങോട്ട്. അപ്പോൾ നമ്മൾ എന്ത് എഴുതി? x + 2y = 10. ഇതിൻ്റെ ടാബുലർ കോളം അങ്ങോട്ട് വരയ്ക്കണം. ഓക്കെ, ടാബുലർ കോളം വരയ്ക്കുമ്പോൾ x y. ആദ്യം എക്സിന് നമ്മൾ ആദ്യമാരെ അമ്മനെ കൊടുക്കേണ്ടത് 0. എക്സിന് 0 കൊടുക്കുമ്പോൾ എക്സിനെ മറിച്ച് പിടിച്ചു. 2y 10 അല്ലേ? 2y 10 ആണെങ്കിൽ മോന് 1y എത്ര? 5. 2 പപ്സിന് 10 രൂപ, 1 പപ്സിന് 5 രൂപ, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇവിടെ 5 എന്ന് എഴുതുക, 0.5 എന്നിവിടെ മാർക്ക് ചെയ്യുക. ഓക്കെ, ഇതെപ്പോഴും ഓർത്തോണം, y ആക്സിസിലെ പോയിൻ്റ് ആയിരിക്കും, മറന്നുപോലെ കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ കൊടുക്കേണ്ടത് yക്ക് 0 കൊടുക്കണം. എന്താണ്? yക്ക് 0. yക്ക് 0 കൊടുക്കുമ്പോൾ yയെ മറിച്ച് പിടിച്ചു. x 10, തീർന്നു. എക്സിന് നേരെ അങ്ങോട്ട് 10 തരുന്നുണ്ട്. ഇങ്ങനെ എക്സിന് നേരെ 10, 10.0, അത്രയേ ഉള്ളൂ. ഇത് x ആക്സിസിലും ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചായി. നെക്സ്റ്റ് 3x + 4y = 24. പിന്നെ അതിൻ്റെ ഡബിൾ കോളം വരയ്ക്കുമ്പോൾ ഇവിടെ x, ഇവിടെ എന്താണ്? y അല്ലേ? ആദ്യം എക്സിന് അങ്ങോട്ട് 0 കൊടുക്കണം. എക്സിന് 0 കൊടുക്കുമ്പോൾ എക്സിനെ മറിച്ച് പിടിച്ച് 4 പപ്സിന് 24. അപ്പോൾ 1 പപ്സിന് 24/4 6. ഓക്കെ, അപ്പോൾ 0.6. ഓക്കെ, നെക്സ്റ്റ് വൈക്ക് 0 കൊടുക്കണം. വൈക്ക് 0 കൊടുക്കുമ്പോൾ 3x 24. 3x 24 ആണെങ്കിൽ x 24/3 8. ഓക്കെ, അപ്പോൾ 8.0. അപ്പം ഈ പോയിൻ്റ് ആരായിരുന്നു? 0.6 കേട്ടോ. ഇത് 0.680. എല്ലാം ആയി. പരിപാടി അങ്ങോട്ട് തുടങ്ങാം. ഗ്രാഫൊക്കെ വരയ്ക്കാം. ഗ്രാഫ് വരയ്ക്കുമ്പോൾ നോക്കിയാണെ ഇങ്ങനെ x ആക്സിസ് y ആക്സിസ് അങ്ങോട്ടൊക്കെ വരയ്ക്കുക. ഇത് x ആക്സിസ് y ആക്സിസ്. അപ്പോൾ ഇനി നമുക്ക് നോക്കിയാൽ ഇത് 10 വരെയാണ്. ഏറ്റവും വലിയ പോയിൻ്റ് 10 ആണ്. 10. അപ്പോൾ നമുക്ക് 1 2 3 വരയ്ക്കാമല്ലോ, കുഴപ്പമില്ല അല്ലേ? 10 ആണ്. ഇങ്ങനെ 1 2 3 4 5 6 7 8 ഇത്രയോടെ വേണമായിരുന്നു. 9 10. ഓക്കെ, 1 2 3 4 5 6 7 8 9 10. ഓക്കെ, എക്സ് ആക്സിസ് ആയി. നെക്സ്റ്റ് y ആക്സിസ്. y ആക്സിസ് 8, y ആക്സിസിൽ 6 വരെയൊക്കെ ഉള്ളൂ, എന്നാലും കൊടുത്തേക്കാം. 1 2 3 4 5 6 7. 1 2 3 4 5 6 7. ഓക്കെ അല്ലേ? ഇത് y ആക്സിസ് ആണേ. ഓക്കെ, ഇനി നമുക്ക് പോയിൻറ്റ്സിനെയൊക്കെ മാർക്ക് ചെയ്യാം. ഫസ്റ്റ് ഇത് 0.5. ഇതാ മനെ 0.5. ഓക്കെ, മറന്നുപോലെ 0.5. 10 0 ഇതാ 10 0. ഇത് 0.5. ഓക്കെ, ഇത് തമ്മിൽ അങ്ങോട്ട് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്തിട്ട് x + 2y ഗ്രേറ്റർ ദാൻ അവനെ. ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ ഓർത്തോണം, ഈ ലൈൻ്റെ അവിടുന്ന് ഗ്രേറ്റർ ദാൻ ചെയ്യുന്ന പറഞ്ഞാൽ അങ്ങോട്ട് ഓടിക്കണം. താഴോട്ട് പോലെ, ഒറിജിനലോട്ട് പോലെ, ഗ്രേറ്റർ ദാൻ ഇങ്ങോട്ട് കേട്ടോ, ഇങ്ങനെ. ഓക്കെ, അടുത്തത് 3x + 4y > 24. 0.6 നമ്മൾ ഇവിടെ അവന് 0.6 കണ്ടോ. അടുത്ത 80 ഉണ്ട് ഇവിടെ. ഇതാണ് 80 കേട്ടോ. 80. ഇത് 0.6 കേട്ടോ. ഇത് നമ്മൾ ജോയിൻ ചെയ്യണം. അത് ലെസ് ദാൻ ആകുമ്പോൾ ഒറിജിനലോട്ടാണ് ഇങ്ങനെ കേട്ടോ. അപ്പോൾ ഇങ്ങനെ അപ്പോൾ ഇവൻ്റെ അവിടുന്ന് അങ്ങോട്ടും ഇവൻ്റെ അവിടുന്ന് ഇങ്ങോട്ടും അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഷെയ്ഡിങ് നോക്കിയേ കണ്ടോ. ഇവിടുന്ന് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും ആകുമ്പോൾ ഇതിൻ്റെ അടുക്ക ഇത് കണ്ടോ. ഇത് അങ്ങനെയല്ല, നോക്കിക്കേ. ഒരാൾ ഇവിടുന്ന് മണ്ടയ്ക്കോട്ട് ഇവിടുന്ന് താഴോട്ട് പോകുക. അപ്പോൾ ഇവിടെ വരത്തില്ല, ഇവിടെയാണ് നമ്മുടെ ഷെയ്ഡിങ് കേട്ടോ. ഇവിടെയല്ല, ഇവിടെയാണ് ഷെയ്ഡിങ്. അപ്പോൾ നമുക്കിവിടെ
ഈ പോയിൻ്റ് 0.5, ഈ പോയിൻ്റ് 0.6, ഈ പോയിൻറ്റിനെ മാത്രം ഒന്ന് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ആ രണ്ട് ഇക്വേഷൻസ് എടുത്ത് എഴുതാം. 3x + 4y = 24, x + 2y = 10. ഓക്കെ, നിങ്ങളിനിയും ചെയ്യേണ്ട ഒരു വഴി ഞാൻ പറഞ്ഞു തരാം. ഇവിടെ നിന്നും താഴോട്ട് മീറ്റ് ചെയ്യുക, മണ്ടയ്ക്കോട്ട് മീറ്റ് ചെയ്യുക കേട്ടോ. ഇങ്ങനെ മീറ്റ് ചെയ്താൽ നമുക്ക് കിട്ടും കേട്ടോ. നമുക്ക് 3 4 ആണെന്ന് തോന്നുന്നു കണ്ടോ. ഇത് 3, ഇത് 4 നോക്കാം. ഇവിടെ നമുക്ക് സെയിം ആക്കാൻ വേണ്ടി ഇവിടെ ഒരു 2 കൊണ്ട് മാത്രം ഇൻറ്റു ചെയ്താൽ മതി. ഇവിടെ ഒന്നും ഇൻറ്റു ചെയ്യേണ്ട, കാരണം ഇത് 4y ആണ്, ഇത് 2y ഉള്ളൂ. അപ്പോൾ ഈ 2y 4y പോലെ ആവാൻ ഒരു 2 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. മണ്ടയ്ക്ക് ഇൻറ്റു ചെയ്യേണ്ട ആവശ്യമില്ല, ഇൻറ്റു ചെയ്ത് ചെയ്യാം. അപ്പോൾ നോക്കിക്കേ, ഫസ്റ്റ് ഇക്വേഷൻ നോക്കിയത് 3x + 4y 24, 2 × x 2x, 2 × 2y 4y, 2 × 10 20. ഓക്കെ, അപ്പോൾ ആൻസർ മൈനസ് ചെയ്യുമ്പോൾ x = ഇത് പോയി കേട്ടോ. 4y 4y പോയി. 24 - 20, 24 - 20 4. അപ്പോൾ x = 4 ആണ് കേട്ടോ. ഇങ്ങനെ 4 ആയിരിക്കും. വൈയുടെ എനിക്ക് വന്നപ്പോൾ 3 കേട്ടോ. ഓക്കെ, അതേ വരത്തുള്ളൂ. 4 3 ഒക്കെ വന്നെങ്കിൽ ഇത് കിട്ടാത്തുള്ളൂ കറക്റ്റായിട്ട്. അപ്പോൾ x എത്ര കിട്ടും? പിന്നെ 4 അത് ഇവിടോട്ട് കൊടുക്കുക. ഏതെങ്കിലും ഒരു ഇക്വേഷൻ വേണ്ടി ഇവിടോട്ട് കൊടുക്കുക. x + 2y 10-നുള്ളിൽ എക്സിന് 4 കൊടുക്കുമ്പോൾ 4 + 2y 10, 2y നോക്കിക്കുക 4. അപ്പോൾ നമ്മൾ 10 - 4 6, y 6/2 എത്ര കിട്ടി? 3. അപ്പോൾ നമുക്ക് ഈ പോയിൻ്റ് എത്ര കിട്ടി? 4 3. ഓക്കെ, അപ്പോൾ ഇത് കറക്റ്റായിട്ട് വരച്ചാൽ നമുക്ക് കിട്ടും കേട്ടോ. ഇങ്ങനെ കണ്ടോ, ഇത് 4, ഇത് എത്ര? 3. നല്ല പോലെ വരയ്ക്കുകയാണെങ്കിൽ സോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ട മോനെ? നിങ്ങൾ 3 പോയിൻ്റ് ചെയ്യണം. അതൊക്കെയാണ് 0.5 കണ്ടുപിടിക്കണം, 0.6 കണ്ടുപിടിക്കണം, ലാസ്റ്റിൽ 4.3 കണ്ടുപിടിക്കണം. എവിടെ കൊടുക്കണം? ഇവിടെ. ഓക്കെ, ഇവിടെ. അപ്പോൾ z = 200 × 0 ഉണ്ടോ. 200x അല്ലേ, x 0ആണ്. yക്ക് 5 എന്ന് കൊടുക്കണേ. 500y എന്ന് പറയുമ്പോൾ 500 × 5. ആൻസർ 2500 മോനെ. കാരണം ഈ 5 × 500 2500, ഇതങ്ങ് 0 ആയിപ്പോയി. 200 × 0 എന്തിനാ വേണ്ട. ഓക്കെ, 0.6 ആകുമ്പോഴും 200 × 0 + 500 × 6, ആൻസർ 3000. ഇത് 0 ആയേ, ഇത് മാത്രം. ഇനി ഇവിടുത്തെ z കണ്ടുപിടിക്കുക. z കണ്ടുപിടിക്കുമ്പോൾ 200 × എത്ര? 4 4 3 കേട്ടോ. അപ്പോൾ 200 × 4 + 500 × 3, 500 × 3. ഓക്കെ, ഇത് 1500, ഇത് 800, ആൻസർ 2300. ഓക്കെ, എല്ലാം കിട്ടിയല്ലോ, തീർന്നല്ലോ. 6 മാർക്ക്. എന്ത് എളുപ്പം കിട്ടിയല്ലേ, കുഴപ്പമില്ലായിരുന്നല്ലോ. 6 മാർക്ക്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും മാക്സിമം ഏതാ മോനെ? 2500 കേട്ടോ. therefore എഴുതണം, എടുത്ത് താഴോട്ട് എഴുതണം. മാക്സിമം = 2500 at 0.6. ഓക്കെ, 0.6-ലാണ് നമുക്ക് ഏറ്റവും വലിയ വാല്യൂ കിട്ടിയത്. 0.6 3000 ഉണ്ടല്ലോ അല്ലേ, സോറി 3000 ഉണ്ട് കേട്ടോ. 0.6 3000 ഉണ്ടായിരുന്നു, മറ്റേത് 0.5 2500 ഉള്ളൂ. അപ്പോൾ 3000. അപ്പോൾ പരിപാടി കഴിഞ്ഞു. അപ്പോൾ മാക്സിമം വാല്യൂ കിട്ടി 3000. അപ്പോൾ ക്ലിയർ ആയല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്തേര്. അടിപൊളി ക്വസ്റ്റ്യനാണ്, എക്സാമിന് ഉറപ്പായിട്ടും വരുന്നതാണ്. അപ്പോൾ എല്ലാവരും പഠിച്ചത് മനസ്സിൽ വന്ന് അത് പരീക്ഷയ്ക്കും വന്ന് നിങ്ങൾക്ക് സന്തോഷമായിട്ട് എഴുതാനുള്ള അവസരം ഉണ്ടാവട്ടെ എന്ന് നമ്മൾ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ മാക്സിമം ഇനിയും നിങ്ങളുടെ അറിയാവുന്ന ആൾക്കാരിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഗുഡ് ബൈ.